GLPS പയ്യനിടം സ്കൂൾ റേഡിയോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. കഥാമൃതത്തിൻ്റെ 1-ാം ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, എല്ലാവരും വെക്കേഷൻ നന്നായി ആസ്വദിക്കുന്നുണ്ട് അല്ലേ? കളിച്ച് തിമർക്കുകയായിരിക്കും. പലരും ടൂറുകളൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതോടൊപ്പം തന്നെ വായനയും ഉണ്ടാകണേ. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഒരുപാട് കഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്കൂൾ റേഡിയോയിൽ കഥാമൃതം എന്നൊരു പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇതിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് അതിമനോഹരമായ ഒരു കവിതയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സി ഗംഗാധരൻ നായർ എഴുതിയ ഞാൻ എന്ന അതിമനോഹരമായ ഒരു കവിതയിലൂടെ ആകട്ടെ കഥാമൃതത്തിൻ്റെ ആദ്യ ദിനം. കൂട്ടുകാരെല്ലാം കഥ കേൾക്കാൻ, കവിത ആസ്വദിക്കാൻ തയ്യാറല്ലേ? എങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ? കഥയുടെ പേര് അല്ലെങ്കിൽ കവിതയുടെ പേര് ഞാൻ. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുന്നു നാളുകൾ നീക്കി. കൂട്ടുകാരെ, ഈ കഥ പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരാൾ സ്വന്തം കഥ ഇവിടെ പറയുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഒരു പുഴുവായിട്ട് ഒരുപാട് നാളുകൾ ഒരു കൂട്ടിലങ്ങനെ ഉറങ്ങിയെന്നാണ് പറയുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഇരുട്ടും വെളിച്ചവും ഒന്നും അറിയാതെ, രാത്രിയാകുന്നതും പകലാകുന്നതും ഒന്നും അറിയാതെ, മറ്റൊരു സംഭവങ്ങളും അറിയാതെ ഒരുപാട് ദിവസങ്ങൾ ആ കൂട്ടിൽ ഇരുന്നു എന്നാണ് ഈ കക്ഷി പറയുന്നത്. അരളിച്ചെടിയുടെ ഇലതന്നടിയിൽ അരുമ കിങ്ങിണി പോലെ വീശും കാറ്റത്തിളകിത്തുള്ളി വീഴാതങ്ങനെ നിന്നു. എവിടെയാണ് ഈ വിദ്വാൻ ഉറങ്ങിയത്? അരളിച്ചെടിയുടെ ഇലയുടെ അടിയിൽ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് ചെടികളുണ്ടല്ലേ? അരളിച്ചെടി കണ്ടിട്ടുണ്ടോ? അതിമനോഹരമാണ് അതിൻ്റെ പൂക്കൾ എല്ലാം. ആ ചെടിയുടെ ഇലയുടെ അടിയിലാണ് തൂങ്ങി നിന്നത്. എങ്ങനെയാണ്? ഒരു അരുമക്കിങ്ങിണി പോലെ ഊഞ്ഞാലിലുറങ്ങുന്ന, തൊട്ടിലുറങ്ങുന്ന ഒരു കിങ്ങിണിയെപ്പോലെ അതിൻ്റെ ചുവട്ടിൽ, ആ ഇലയുടെ ചുവട്ടിൽ അതങ്ങനെ തൂങ്ങി നിന്നു. അപ്പോഴോ കാറ്റങ്ങനെ പതുക്കി അടിച്ചപ്പോൾ അതങ്ങനെ ഇളകിത്തുള്ളി വീഴാതങ്ങനെ അരളിച്ചെടിയുടെ ഇലയുടെ അടിയിൽ പറ്റിപ്പിടിച്ച് നിന്നു. പെട്ടെന്നൊരു ദിവസം മറ്റൊരു കാര്യമാണ് സംഭവിച്ചത്. എന്താണെന്ന് നോക്കൂ. ഒരു നാൾ സൂര്യനുദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴകു തുടിക്കും പൂമ്പാറ്റ തളിരായി. അങ്ങനെ ആരുമറിയാതെ നീണ്ട ഉറക്കത്തിലായിരുന്ന ഞാൻ ഒരു ദിവസം സൂര്യനുദിച്ചപ്പോൾ ആ കൂട് പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് കടന്നു വന്നു. അപ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങളുണ്ടായത്. മനോഹരമായ ചിറകുകളുള്ള, തുടിക്കുന്ന ചിറകുകളുള്ള പൂമ്പാറ്റത്തളിരായി ഞാൻ മാറിയെന്നാണ് ഇയാൾ പറയുന്നത്. കൂട്ടുകാർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലേ ആരാണ് ഈ ഞാനെന്നത്? വിടർന്നു വിലസും പനിനീർപ്പൂവിൽ പറന്നു പറ്റിയിരുന്നു, പൂവിൽ തുള്ളും പൂവതുപോലെ പൂന്തേനുണ്ടു കഴിഞ്ഞു. എൻ്റെ ചിറകുകൾ വീശിക്കൊണ്ട് ഞാനങ്ങനെ പറന്നു. മുന്നോട്ട് പറന്നപ്പോൾ അതാ മനോഹരമായ ഒരു പനിനീർച്ചെടി ചിരിച്ചുകൊണ്ടെന്നെ എതിരേൽക്കുന്നു. അതിൻ്റെ മുകളിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ എന്താണ് തോന്നുന്നത്? പൂവിന് മുകളിൽ മറ്റൊരു പൂവിരുന്നത് പോലെയല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് തോന്നുന്നത്? എത്ര മനോഹരമാണല്ലേ ആ കാഴ്ച! ഒരു പൂവിന് മുകളിൽ മറ്റൊരു പൂവ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭോജ്യമായ പൂന്തേൻ, പൂവിൽ നിന്ന് വരുന്ന തേനും
പൂമ്പൊടിയുമൊക്കെ കഴിച്ച് ഞാനങ്ങനെ ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് പോയി. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടോ? നോക്കൂ, ഇതാരുടെ കഥയാണ്? മനോഹരമായ പൂമ്പാറ്റയുടെ കഥയാണല്ലേ. ഈ പൂമ്പാറ്റ എങ്ങനെയാണ് ഇതുപോലെയായി മാറിയതെന്ന് കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? കൂട്ടുകാർ പരിസരം നിരീക്ഷിക്കണേ. ചെടികളുടെ ഇലകളുടെ എല്ലാം അടിഭാഗം നോക്കണേ. അവിടെയെല്ലാം അങ്ങനെ നോക്കുമ്പോൾ ഉമിക്കരി പോലുള്ള ചെറിയ പൊട്ടുകൾ പോലെയുള്ള മുട്ടകൾ കാണാൻ കഴിയും. അത് പൂമ്പാറ്റയുടെ മുട്ടകളായിരിക്കും. അത് വിരിഞ്ഞ് പുഴുക്കൾ പുറത്തേക്ക് വരുന്നു. അവയെ ലാർവ എന്നാണ് വിളിക്കുക. ആ ലാർവ എന്ത് ചെയ്യുന്നു? കാറ്റർപില്ലർ എന്ന് പറയുന്ന ഒരവസ്ഥ. പിന്നീട് ഒരു ദിവസം അത് ഒരു കൂടുണ്ടാക്കി അതിലേക്ക് ഉറങ്ങാൻ പോകുന്നു. ഇതാണ് പ്യൂപ്പ എന്ന് പറയുന്ന അവസ്ഥ. ഈ കൂട്ടിനുള്ളിൽ അതിനൊരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അത് ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ആ കൂട് പൊട്ടിച്ച് അത് സ്വയം പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് അതിമനോഹരമായ പൂമ്പാറ്റയുടെ ജന്മമുണ്ടായത്. കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താവുന്ന ഒരു വലിയ സന്ദേശമാണ് പൂമ്പാറ്റ നൽകുന്നത്. നമ്മളെല്ലാം ഒരു കൂട്ടിനകത്താണ് പലപ്പോഴും. ആ കൂട് പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള പൂമ്പാറ്റകൾ പുറത്തേക്ക് വരുന്നത്. ആ കൂടുകൾ സ്വയം പൊട്ടിച്ചുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചിറക് തുടിക്കുന്ന വർണ്ണമായ ചിറകുകളുള്ള അതിമനോഹരമായ ചിറകുകളുള്ള പൂമ്പാറ്റകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കഥാമൃതത്തിൻ്റെ 1-ാം ദിവസം സമാപിക്കുന്നു.